மிளகு திப்பிலி எல்லாம் சேர்த்து தயார் பண்ணுறோம். நம்ம வீட்டிலேயே தயார் பண்ணுறோம். രാമേശ്വരത്തെ മണ്ഡപത്തിന് മുമ്പ് ധാരാളം കരിമ്പന തോട്ടങ്ങളുണ്ട്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളാണിത്. പനം കൽക്കണ്ടം, പനം ശർക്കര അതുപോലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാവുന്ന വിഭവങ്ങൾ ധാരാളം ആളുകൾ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് വീട്ടിലേക്ക്. അണ്ണൻ്റെ പേര് രമേശ്. രമേശ്. ഇത് പനനീരെന്നല്ലേ? ഇത് பனநீர்ல இருந்து தான் தயார் பண்றது. பனநீர் சீசன் முடிஞ்சு போச்சு, விற்கிறதுக்கு வந்து இருக்காது. நமக்கு இது செய்யறதுக்கு மட்டும் தயார் பண்ணுவோம். ഇതിൽ എന്നെ ചേർക്കും പനനീരില്? பதநீர்ல ஒண்ணுமே சேர்க்கறதுலாம் கிடையாது. அதை வந்து காய்க்கணும். ஒரு 6 மணி நேரம் காய்ச்சோம்னா கூழ் மாதிரி வரும். அதான் இதே மாதிரி தயார் பண்ணுவோம். அச்சில் பாருமா இருக்கும், அச்சில் ஊற்றி வேண்டியது. இது ரொம்ப பிரமாதமான இல்லை? ഷുഗർ ഡയബറ്റിക്സ് எல்லாருமே சாப்பிடலாம். சுகர் பேஷண்ட் மாதிரி சாப்பிடலாம். ഷുഗർ പേഷ്യൻസിക്ക് സാധാ പഞ്ചസാര ഉപയോഗിക്കുന്ന പോലെ അല്ല അല്ലേ? നിങ്ങളിതൊക്കെ എവിടുന്ന? പയ്യന്നൂര്. ഇവിടുന്ന് സ്ഥിരം വാങ്ങിക്കാറുണ്ടോ? ക്വാളിറ്റി കുവൈത്തിൽ നിന്ന്. ഓ, അവിടുന്ന് ഇത് അവിടേക്ക് കൊണ്ടുവരാൻ? സാറ് പിന്നെ കാസർഗോഡാ? മാഹിയിലാണ്. ഓ, കേന്ദ്രഭരണ പ്രദേശത്തേക്ക് ഇത് കൊണ്ടുപോകണല്ലേ? അവിടെ ഇത് കിട്ടൂല? അവിടെ ഈ പനംപൊടി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടൂല? അത് അടിപൊളി കുറുക്ക് ഇവിടെ വാങ്ങാറുണ്ട്. അണ്ണാ, നീങ്ക വീട്ടിലിത് പണിറதுக்கு ഒരുപാട് പേര് ഇരിക്കുക, വർക്കേഴ്സ് ഇരിക്കതാ? ഓ, രാമേശ്വരത്ത് പോയി തിരിച്ചു വരുന്ന യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഹൈവേയുടെ സൈഡിലായിട്ട് അവർ ഈ സാധനങ്ങളുമായിട്ടിരിക്കുന്നത്. കുരുമുളക് ചേർത്തതാണ്. കുരുമുളക് ചേർത്താണ് ഒറിജിനൽ സാധനമാണ്. നമ്മൾ അവരുടെ വീട്ടിൽ പോയി കണ്ടതാണ്. മായങ്ങളില്ല. ഒത്തിരി കാലമായി അത് തുടങ്ങിയിട്ട് ബിസിനസ് வந்து பல வருஷமா இதுதான் நாங்கள் பண்ணுறோம். ரொம்ப ப்ராஃபிட்டபிளா? ஃபேமிலியே ஃபுல் ஒர்க்கிங் தான். ப்ராஃபிட்டபிளா? லாபம் உண்டா? லாபம் என்ன, ஒரு சம்பளம் எடுக்கலாம். ഈ നിങ്ങൾക്ക് തോട്ടം ഇരിക്കതാ? എങ്ങനെ പനിനീര് കിട്ടുന്നത്? തോട്ടം ഇരിക്കുക? ഓ,